ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS ആണ് കേട്ടോ. അതിൽ 3rd ചാപ്റ്ററായ വിങ്ഡ് ബഡീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നോക്കിയാൽ ഈ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുട്രു കുട്രു എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ആ സൗണ്ട് ഏത് ബേർഡിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഏത് ബേർഡിൻ്റെ ആണ്? അതാണെന്ത് വൈറ്റ് ചീക്കഡ് ബാർബറ്റ്, ചിന്ന കുട്ടുറുവൻ എന്ന് പറയും അല്ലേ? എന്താണ് ചിന്ന കുട്ടുറുവൻ അല്ലേ? അപ്പോൾ അതിൻ്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ് അല്ലേ? അപ്പോൾ കുട്ടു കുട്ടു കണ്ടോ? അതിനെന്താണ് പച്ചില കൊടുക്കാന്നും പറയും. ഓക്കെ, കണ്ടോ? ഇതാണല്ലേ പച്ചില കൊടുക്ക. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പക്ഷിയെ? പച്ചില കൊടുക്കാന്ന് പറയും അല്ലേ? അപ്പോൾ എന്താണ്, ഒരുപാട് ടൈപ്സ് ഓഫ് ബേർഡ്സ് എന്താണ് നമ്മളെ നാട്ടിലുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള ബേർഡ്സ് ഏതൊക്കെയാണ്? ക്രോ ഉണ്ടാവും അല്ലേ? മൈന, പീജിയൻ, പിന്നെന്താണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ബേർഡ്സുകൾ അല്ലേ? പച്ചില കൊടുക്ക, പിന്നെന്താണ് വാൽപക്ഷി അല്ലേ? പിന്നെന്താ, അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട് അല്ലേ? നോക്കിയാൽ താഴെ തന്നിരിക്കുന്ന നോക്കിയാൽ കളർ മേക്ക് ദം ബ്യൂട്ടിഫുൾ. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന പക്ഷികൾ എന്താണ്? നിങ്ങൾ കളർ ചെയ്യുക, എന്നിട്ട് എന്താക്കുക, അതിനെ ബ്യൂട്ടിഫുൾ ആക്കുക കേട്ടോ. ഇതിൻ്റെ പേരെന്താണ്? പാരറ്റ് അല്ലേ? ഇതിൻ്റെ പേരോ? ഇതിൻ്റെ പേരെന്ത്? റെഡ് വിസ്കേർഡ് ബുൾബുൾ എന്ന് പറയും അല്ലേ? നമ്മൾ പറയാം എന്താ? കുയിലെന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് കൊണ്ടക്കുരുവി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സൗണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പിറ്റർ പിറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഭയങ്കര സൗണ്ടുകളൊക്കെ ഇരിക്കും അല്ലേ? പിന്നെ ഇതെന്താണ്? പീക്കോക്കാണ് അല്ലേ? അത് കളർ ചെയ്യുക ഭംഗിയായിട്ട് കേട്ടോ. പിന്നെ ഇതെന്താണ്? ഇതാണ് കിങ് ഫിഷർ കേട്ടോ. കിങ് ഫിഷറാണിത് കേട്ടോ. അപ്പോൾ എന്താണ്, കിങ് ഫിഷറിനെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ എന്താണ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ബേർഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? ഈ ചിത്രത്തിലുള്ള പക്ഷികൾ എങ്ങനെയൊക്കെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? കളർ ഓഫ് ദെയർ ഫെദേഴ്സ് അല്ലേ? പിന്നെന്താ? ഷേപ്പ് ഓഫ് ദ ബോഡി, പിന്നെന്താ? സൈസ് ഓഫ് ദ ബോഡി, പിന്നെന്താണ്? പീക്ക് സൈസ് അല്ലേ? അതിൻ്റെ ബീക്ക് അല്ലേ? എന്താ കൊക്കുകളെ സൈസ് എന്താണ്? ബീക്ക് അല്ലേ? ഡിഫറെൻറ്റ് ബീക്ക്. പിന്നെന്താ? വേറെ എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് എഴുതാം കേട്ടോ. നോക്കൂ, ലെറ്റസ് ക്ലാസിഫൈ ദ. ഇനി നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്യാന്ന് പറയാം. ഡു ഓൾ ബേർഡ്സ് ഇൻ യുവർ ഏരിയ ഹാവ് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ? ആണോ? നിങ്ങളുടെ ഏരിയയിലുള്ള എല്ലാ ബേർഡ്സിനും എന്താണ് സെയിം കളറാണ് അതിൻ്റെ ഫെദേഴ്സിന്? നോ അല്ല, ഡിഫറെൻറ്റ് കളേഴ്സാണ് അല്ലേ? അപ്പോൾ എന്താണ് അത് എന്താണ് പല തരത്തിലുള്ള ഫെദേഴ്സുള്ള പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നെയിം ദ ബേർഡ്സ് ദാറ്റ് ഹാവ് ഡിഫറെൻ്റ്ലി കളേർഡ് ഫെദേഴ്സ്. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഫെദേഴ്സുള്ള പക്ഷികൾ ഏതൊക്കെയാണ് അല്ലേ? ഒന്ന് ക്രോ അല്ലേ? പിന്നെന്താണ് പീക്കോക്ക്, പിന്നെന്താണ് പറയാം നമുക്ക് പാരറ്റ്, പിന്നെന്ത് പറയുക കിങ് ഫിഷർ, പിന്നെന്താ ക്രോ എന്ന് പറഞ്ഞാൽ ഒരേ നിറമുള്ളതല്ലേ? ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് എന്താണ് പീജിയനും ഒരേ നിറമെന്ന് പറഞ്ഞാൽ അതൊക്കെ. പിന്നെന്താണ് ഈ കിങ് ഫിഷർ ഡിഫറെൻറ്റ് കളേഴ്സാണ് അല്ലേ? പിന്നെന്താ പീക്കോക്ക് ഡിഫറെൻറ്റ് കളറാണ്. പിന്നെന്ത് പറയാം നമുക്ക് പലതുണ്ട് അല്ലേ? അപ്പോൾ എന്താ ബേർഡ്സിന് എന്താണ് സെയിം കളറുള്ളതാണെന്ത്? ഈ ക്രോ അല്ലേ? സെയിം കളറുള്ളത് ഏതൊക്കെയാണ്? ക്രോ. അതുപോലെ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളർ എന്താണ്? ബോഡിയുള്ള ഡിഫറെൻറ്റ് കളേഴ്സിൽ എന്താ? പീക്കോക്ക് അല്ലേ? പിന്നെ ഏതൊക്കെ നമുക്കറിയാം സെയിം കളറിലോ എന്ന് പറഞ്ഞേ? പിന്നെ നമുക്ക് കൊക്ക് ഫുൾ വൈറ്റ് അല്ലേ? ക്രെയിൻ അല്ലേ? CRANE ക്രെയിൻ പറയാം. പിന്നെ എന്ത് പറയാ? സ്പാരോ പറയാ. പിന്നെ എന്താണ് പീക്കോക്ക്. ഇതൊക്കെ എന്താ? പീക്കോക്കൊക്കെ ഡിഫറെൻറ്റ് കളറാണ് അല്ലേ? പിന്നെന്താ പാരറ്റ് പറയാം അല്ലേ? അത് സെയിം കളറല്ലേ? പിന്നെന്താ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ബോഡി ഏതൊക്കെയാണ്? പീക്കോക്ക് അല്ലേ? പിന്നെന്താണ് ഈ ലൊറീക്കി എന്ന് പറയും അല്ലേ? പഞ്ചവർണ്ണ കിളി. പിന്നെന്താണ് വുഡ് പെക്കർ അല്ലേ? മരം കൊത്തി എന്ന് പറയും. പിന്നെന്താണ് ഈയാം പാറ്റപ്പിടി അല്ലേ? ഗോൾഡിയൻ ഫിഞ്ച് എന്ന് പറയും കേട്ടോ. ഗോൾഡിയൻ ഫിഞ്ച്. പിന്നെ എങ്ങനെ എന്നാ ഈ കിങ് ഫിഷർ എന്ന് പറയുന്ന മണിപ്പരുന്തു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് പിന്നെന്താണ് കിങ് ഫിഷർ അല്ലേ? പിന്നെന്താണ് ഈറ്റപ്പൊന്മാൻ, എന്താണ് സൺബേർഡ്. ഇതൊക്കെയാണ് എന്ത്? ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ദെയർ ബോഡി കേട്ടോ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബേർഡ്സ്? അപ്പോൾ കോമൺ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഫെദേഴ്സ്. എല്ലാ പക്ഷികൾക്കും എന്താണ്? ഫെദർ ഉണ്ട് അല്ലേ? പിന്നെന്താണ് ബീക്ക് ഉണ്ട് അല്ലേ? അതിൻ്റെ കൊക്ക് അല്ലേ? പിന്നൊക്കെ എന്താണ് മുട്ട ഇടുന്നതാണ് അല്ലേ? എഗ് ലേയിങ് അല്ലേ? പിന്നെന്താണ് ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? എല്ലാത്തിനും എന്താണ് ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? പിന്നെന്താ പറയുക
നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാം അതൊക്കെ എഴുതുക കേട്ടോ. ദെൻ ഇനി എന്താണ് നിങ്ങൾ സറൗണ്ടിങ്സിൽ നിങ്ങൾ എന്താക്കുക ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷികളെ ബൈനോക്കുലറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബൈനോക്കുലർ ഉണ്ടെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് നിങ്ങൾ എന്താക്കുക ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെ നിന്നാണോ പക്ഷിനെ കാണുന്ന സ്ഥലം എഴുതണം, എപ്പോഴാണ് സമയം എഴുതുക, പിന്നെ സൈസ് എന്തായത്, കളർ എന്തായത്, അതിൻ്റെ കൂടെ എങ്ങനെയാണ് എഴുതുക, സൗണ്ട് എങ്ങനെ എഴുതുക, സൈസ് ഓഫ് ലെഗ്, ലെങ്ത്, കളർ, നമ്പർ ഓഫ് ടോസ് ഒക്കെ എഴുതുക, സൈസ് ആൻഡ് കളർ ഓഫ് ഐസ് എഴുതുക, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫെദേഴ്സ് എഴുതുക, സ്റ്റൈൽ ഓഫ് ഫ്ലൈങ്, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നു അതൊക്കെ എഴുതുക കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾ അതിനൊരു ഇത് ചെയ്തിട്ട് എന്താണ് ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നോക്കിയ ഒരു കുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. നെയിം ഓഫ് ബേർഡ് പാരറ്റ്, പ്ലേസ് വേർ ഇറ്റ് വാസ് സീൻ, എവിടെ നിന്നാണ് കണ്ടത്, ഫീൽഡ് ബണ്ടെന്ന് അല്ലേ. പിന്നെ ടൈം വെൻ ഇറ്റ് വാസ് സീൻ, ഈവനിങ്ങിലാണ് കണ്ടത്, കളർ ഗ്രീൻ ആണ്, ഫീച്ചർ ഓഫ് ബീക്ക് ഷാർപ്പ് കേർവ്ഡ് ആൻഡ് റെഡ് ഇൻ കളറാണ്, ഫീച്ചർ ഓഫ് ലെഗ്, ലെഗ് യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ് ആൻഡ് ഹോൾഡ് ഫുഡ് ഫേംലി. ഇതൊക്കെയാണ്. പിന്നെ എന്താണ് കണ്ടിരിക്കുന്നത്, ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ഒബ്സർവേഷൻ നോട്ടിൽ എഴുതണ്ട കേട്ടോ. ഇത് ഒരു എക്സാമ്പിൾ തന്നതേ ഉള്ളൂ, നിങ്ങൾ കാണുന്നതിൻ്റെ ഇതാണ് നിങ്ങൾ കേട്ടോ. പിന്നെന്താണ് ഫീച്ചേഴ്സ് ഓഫ് ദ ടെയിൽ, വാലെന്താ ലോങ് ട്രയാങ്കുലർ ടെയിലാണ്, നോക്കൂ. പിന്നെന്താണ് അതർ ഫീച്ചർ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതുക, നിങ്ങൾ കാണുന്നത് റോസ് റിങ് അറൗണ്ട് ദ നെക്ക്, ലേസ് എഗ്സ് ഇൻ ഹോളോസ് ഇൻ ട്രീസ്, ഒരു റോസ് റിങ് എന്താണ് അതിൻ്റെ ചുറ്റിലുണ്ട്. പിന്നെന്താണ് മുട്ടയിടും അല്ലേ, ട്രീസിൻ്റെ ഹോളോയിലാണ് എന്ത് മുട്ടയിടുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്താ ഇത് കംപ്ലീറ്റ് ആക്കുക എന്താണ്. അപ്പോൾ അതുമായി നിങ്ങൾ ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ലെറ്റസ് കംപ്ലീറ്റ്, എന്താണ് ഇത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജസ്റ്റ് ബേർഡ്, എന്താണ് ലാർജസ്റ്റ് ബേർഡ് ഏതാണ്. അപ്പോൾ എന്താണ് ലാർജസ്റ്റ് ബേർഡ് ഓസ്ട്രിച്ച് ആണ്, എന്ത് ലാർജസ്റ്റ് ബേർഡ് കേട്ടോ. ഓസ്ട്രിച്ച് ആണെന്ത് ലാർജസ്റ്റ് ബേർഡ് അല്ലേ. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്, എന്താണ് ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്സ്, ബാക്കോട്ട് പറക്കുന്ന പക്ഷി. എന്താണ് ബാക്കോട്ട് പറക്കുന്ന പക്ഷി ഏതാണ് കണ്ടുണ്ടോ നിങ്ങൾ, എന്താണ് ഹമ്മിങ് ബേർഡ്സ് ആണ് കേട്ടോ. എന്താണ് ഹമ്മിങ് ബേർഡ്സ് ആണ് എന്ത് ബാക്കോട്ട് പറക്കാൻ കഴിയുന്നതാ. ഈ പക്ഷികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലേ, പൂവിൻ്റെ ഇടയ്ക്ക് എന്താണ് തേൻ കുടിക്കാൻ വരുന്നത് അല്ലേ. അപ്പോൾ ബാക്കോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി എന്താണ് ഹമ്മിങ് ബേർഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ദ ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്, എന്താ അത് അത്രയുണ്ട് അല്ലേ. ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് റുപ്പൽസ് വൾച്ചർ, വൂപ്പർ സ്വാന്, ബേർഡഡ് വൾച്ചർ, കോമൺ ക്രെയിന്, ആൽപീൻ ചോഫ്, ബ്ലാക്ക് ആയിട്ട് അല്ലേ. നമുക്ക് വൾച്ചർ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ആയിട്ട് എഴുതാം കേട്ടോ. അപ്പം എന്താണ് ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ അടുത്ത് അല്ലേ. അപ്പോൾ എന്താണ് പറക്കാൻ കഴിയാത്ത പക്ഷി ഏതാണ്, പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതൊക്കെയാണ്, ഓസ്ട്രിച്ച്, എമു, കസോവരി, പിന്നെന്താ കിവി, റിയ, പിന്നെന്താണ് പെൻഗ്വിൻ, കക്കാപ്പോ, സ്റ്റീമർ ഡക്ക്, ഡക്കാഹെ, വെക്ക് അല്ലേ. അതിനൊന്നും എന്താണ് പറക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഓസ്ട്രിച്ച് അറിയുന്ന ഏതെങ്കിലും എഴുതുക കേട്ടോ. പിന്നെന്താണ് ദ സ്മോളസ്റ്റ് ബേർഡ്, ഏതാ സ്മോളസ്റ്റ് ചെറിയ ബേർഡ് ഏതാണ്, സ്മോളസ്റ്റ് ബേർഡ് ഏതാ നോക്കൂ, ബി ഹമ്മിങ് ബേർഡ് ആണ് കേട്ടോ. എന്താണ് ദ സ്മോളസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ് ഈസ് എന്താണ് ബി ഹമ്മിങ് ബേർഡ് കേട്ടോ. ഓക്കെ, ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ്, ഇനി എല്ലാ തരത്തിലുള്ള ഫുഡുകളും അല്ലേ. ഇവിടെ നോക്കിയാൽ ഈ ബേർഡ് പറയുന്നത് കിങ് ഫിഷർ ആണ് അല്ലേ. കിങ് ഫിഷർ എന്താ പറയുന്നത്, എനിക്ക് ഐ ഗോട്ട് ബിഗ് ഫിഷ് അല്ലേ, എനിക്ക് വലിയ ഫിഷിനെ കിട്ടിയെന്ന് അല്ലേ. ദീസ് ഗ്രെയിൻസ് ആർ മൈ പാരറ്റ് ഫുഡാണ് പാരറ്റ് പറയുന്നത് അല്ലേ. ഇനി ഈ പരുന്ത് പറയുന്നത് ഈഗിൾ എന്താ പറയുന്നത്, ടുഡേസ് മീൽ ഈസ് ഗ്രേറ്റിൻ്റെ മീൽ എന്താണ് ഗ്രേറ്റ് ആണ്. ഇപ്പം എല്ലാ ബേർഡ്സും ഒരുപോലെയാണ് ഭക്ഷണം കഴിക്കുന്നതല്ല അല്ലേ. ചില ബേർഡ്സ് എന്താണ് ഗ്രെയിൻസുകളാണ് കഴിക്കുക, ചിലത് ഫിഷ്, ചിലത് മീറ്റുകൾ കഴിക്കില്ല, ഫിഷും മീറ്റുകളൊക്കെ കഴിക്കും. പല ഫുഡുകളാണ് ഓരോ എന്താണ് പക്ഷികളും കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡാണോ എല്ലാ പക്ഷികളും കഴിക്കുന്നത്, അല്ല അല്ലേ. അപ്പോൾ ബേർഡ്സും ഫുഡ് എന്താണ് ടാബ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ബേർഡ്സിന് ആയിട്ടുങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണോ അത് എഴുതുക. അപ്പോൾ നോക്കിയാൽ പാരറ്റ് കഴിക്കുന്നത് എന്താണ് ഗ്രെയിൻസ് ആണ്. അപ്പം പാരറ്റിൻ്റെ ഫുഡ് എന്തൊക്കെയാണ് ഗ്രെയിൻസ് അല്ലേ. പിന്നെന്താണ് ഗ്രേപ്പ്, വാട്ടർ മെലോണ്, എന്താണ് ബ്രക്കോളി, പിന്നെന്താ പൈനാപ്പിള്, പോപ്കോണ്, പിന്നെന്താണ് കാൻറ്റലൂപ്പ്, ഇതൊക്കെ പറയാം അല്ലേ. പോംഗ്രനേറ്റ്, റാഡിഷ്, ഗ്രീൻ ബീന്, ക്യോനിയോ, ചായ് സീഡ്, റൈസ്, പിന്നെന്താ കോക്കനട്ട്, ഹണി, ചെറീസ്, ഓറഞ്ച്, ബനാന, പിന്നെന്താണ് സ്ട്രോബെറി, ടൊമാറ്റോ, ക്യാരറ്റ്, ബ്ലൂബെറി, കുക്കുംബർ, എഗ്ഗ്, പിന്നെന്താ
കിവി, ആൽമണ്ട്, ക്യാഷ്, ഇതൊക്കെ എന്താണ് പാരറ്റിൻ്റെ ഫുഡാണ് കേട്ടോ. കാഷ്യൂസ്, ബ്ലാക്ക്ബെറീസ്, ക്രാൻബെറീസ്, ഫ്ലാക്സ് സീഡ്സ്, പിന്നെന്താ ഒരുപാട് ഫുഡുകളുണ്ട് അല്ലേ. ക്ലേ, ഫിഗ്, പേക്കൻസ്, പെസ്റ്റോച്യൂസ്, എന്താണ് ഓട്ട് മീൽ അല്ലേ, അതൊക്കെ എന്താണ് പാരറ്റിൻ്റെ ഫുഡാണ് കേട്ടോ. ഗ്രെയിൻസ്. നെക്സ്റ്റ് നോക്കൂ, കിങ് ഫിഷറിൻ്റെ ഫുഡ് എന്താണ്? ഫിഷ്. പിന്നെന്താ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാ നോക്കൂ, പാരറ്റിന് ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, സീഡ്സ് അല്ലേ. കിങ് ഫിഷർ ഓഫ് ഫിഷ്, ഇൻസെക്ട്, സ്പൈഡേഴ്സ്, ആംഫീബിയൻ, അക്വാട്ടിക് ഇൻസെക്ട്. കൈറ്റ് ആണെങ്കിലോ കൈറ്റ്, മീറ്റ്, ഗ്രാസ് ഹോപ്പർ, ബീറ്റിൽസ്, ഫ്രോഗ്, സ്നേക്ക്, ക്രാബ് അല്ലേ. ഇനി പീക്കോക്ക് കഴിക്കുന്നത് എന്താണ്? പീക്കോക്ക് കഴിക്കുന്നത് എന്താ? സീഡ്സ്, ഗ്രെയിൻസ്, ഇൻസെക്ട്, പ്ലാന്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ. പിന്നെ നമുക്ക് എന്താ എക്സ്ട്രാ എഴുതേണ്ടത്? വുഡ്പെക്കർ ഇൻസെക്ട്, ബീറ്റിൽസ്, സീഡ്സ് കഴിക്കും. സ്പാരോ സീഡ്സും കാറ്റർപില്ലേഴ്സും ബീറ്റിൽസും ഗ്രെയിൻസും ഒക്കെയാണ് കഴിക്കുക അല്ലേ. നെക്സ്റ്റ് എന്താണ്? വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ. എന്താണ് ഈ എന്താണ് ഡക്ക് പറയുന്നത്? ഞങ്ങൾ ഹണ്ട് ചെയ്യും അല്ലേ ഇരകളെ. പ്രേ, PREY, പ്രേ എന്ന് പറയുന്നത് എന്താ? ഇരകൾ കേട്ടോ. അതായത് നിങ്ങൾ തിന്നുന്ന സാധനങ്ങൾ അല്ലേ. ഇൻ പ്ലേസസ് വെർ ദർ ഈസ് വാട്ടർ, എവിടെ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് എന്താണ് ഞങ്ങൾക്ക് ഇരകളെ പിടിക്കും അല്ലേ. ഇനി നോക്കി, ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. എന്താണ് ഇവിടെ പരുന്ത് പറയുന്നത്, ഈഗിൾ പറയുന്നത് എന്താണ്? എനിക്ക് എന്താണ് ചേസ് ചെയ്തിട്ട് പ്രേനെ പിടിക്കാനാണ് ഇഷ്ടം അല്ലേ. ഇനി ഇവിടെ പറയുന്നത് നോക്കി, ഐ ലൈക്ക് ടു പെറ്റ് ആൻഡ് ഈറ്റ് ഗ്രാസ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. എനിക്കിഷ്ടം എന്താണ്? കൊത്തി തിന്നാനാണ് ഇഷ്ടം അല്ലേ. സീഡ്സും ഗ്രെയിൻസും ഒക്കെ എന്താണ്? കൊത്തി തിന്നാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഇനി ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. ഞാനാണ് എന്ത്? ഫ്രൂട്ട് ഈറ്റേഴ്സിൻ്റെ ടീം ഒരാൾ ഞാനാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്. ഓരോ ഫുഡുകളും വെവ്വേറെ ടൈപ്പിലുള്ള ഫുഡാണ് കഴിക്കുന്നത് അല്ലേ. ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. അപ്പോൾ ഈ നെസ്റ്റിലുള്ള കുറേ ബേർഡ്സുകളുണ്ട് അല്ലേ. ആ ബേർഡ്സുകൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതും അതുപോലെ എന്താണ് നെയിം ഓഫ് ബേർഡ്സ് അല്ലേ. ബേർഡ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ നോക്കിയാൽ പോംഗ്രനേറ്റ് കഴിക്കുന്ന ഏതൊക്കെ ബേർഡ്സുകളാണെന്ന് നോക്കിയാൽ എന്തൊക്കെ ബേർഡ്സുകളാണ്? അതായത് ഫ്രൂട്ട് കഴിക്കുന്ന ബേർഡ്സ് ഏതെന്ന്. ഫ്രൂട്ട് കഴിക്കുന്ന ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ഏതൊക്കെയാണ്? പാരറ്റ്, ബുൾബിള്, ഹോൺബില്ല്, സ്പാരോ, മൈന, വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് അല്ലേ. ഇനി നെക്ടാർ സക്കർ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതായത് തേൻ കുടിക്കുന്ന ഏതൊക്കെയാണ്? ഹമ്മിങ് ബേർഡ് അല്ലേ. പിന്നെ ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ അല്ലേ. നീലഗിരി വൈറ്റ് ഐ സൺ ബേർഡ്, ഇതൊക്കെയാണ് എന്ത്? നെക്ടർ സക്കർ. ഇനി എന്താണ്? ഇൻസെക്ട് വോറസ് ബേർഡ്സ് അല്ലേ. എന്താണ് ഇൻസെക്ട് വോറസ് ബേർഡ്സ്? എന്താണ്? മൈന, വുഡ്പെക്കർ, ബാബ്ലർ, കോക്കല്, ബാക്ടൈൽ, അതൊക്കെയാണ് ഇൻസെക്റ്റിനെ കഴിക്കുന്നത് അല്ലേ. പിന്നെ എന്താണ് അടുത്തത് നോക്കിയാൽ ഗ്രെയിൻസ് കഴിക്കുന്നത് എന്താണ്? സിറിയൽ ഈറ്റേഴ്സ് അല്ലേ. സിറിയൽ ഈറ്റേഴ്സ് ഏതൊക്കെയാണ്? സ്പാരോ, പീജിയൻ, ലവ് ബേർഡ്സ്, ക്വീൽ, അതൊക്കെയാണെന്ത്? ഈ സിറിയൽ ഈറ്റേഴ്സ് അല്ലേ. ഗ്രെയിൻ ഈറ്റർ എന്നും പറയാം. പിന്നെന്താ? ഈഗിളൊക്കെയാണ് അല്ലേ. വൾച്ചർ, ഈഗിളൊക്കെയാണ് അല്ലേ. അതെന്താ? ഫ്ലഷ് ഈറ്റേഴ്സ് ആണ് അല്ലേ. വൾച്ചർ ഫ്ലഷ് അതെ മാംസം കഴിക്കുന്നത് അല്ലേ. വൾച്ചർ, ക്രോ, കോക്കൽ, ഈഗിൾ, അതൊക്കെ എന്താണ്? ഫ്ലഷ് ഈറ്റേഴ്സാണ്. ഇനി ഫിഷ് ഈറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹെറോൺ സ്റ്റോക്ക് അല്ലേ. അതായത് നമ്മളെ ഇത് അല്ലേ എന്താ കുക്കിന് അല്ലേ. പിന്നെന്താണ്? ഗൾ, ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ്, കിങ് ഫിഷർ, ഔള്, ക്രെയിന്, കോർമോറൻ്റ്, ഇതൊക്കെ എന്താണ്? മീൻ തിന്നതാണ് അല്ലേ. കിങ് ഫിഷർ അല്ലേ, അതൊക്കെ എന്താണ്? മീൻ തിന്നുന്ന ബേർഡ്സുകളാണ്. ഇനി നോക്കിയാൽ ആർ ദ സൈസ് ആൻഡ് ബോഡി സ്ട്രക്ചർ ഓഫ് ദ ബേർഡ്സ് ഇൻ ഓൾ ദ നെസ്റ്റ് ദ സെയിം. ഈ കൂട്ടിലുള്ള എല്ലാ ബേർഡ്സിൻ്റെയും വലുപ്പവും അതുപോലെ ബോഡി സ്ട്രക്ചറൊക്കെ സെയിം ആണോ അല്ലേ. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ് ഫോർ കളക്ടിങ് ഫുഡ്. അപ്പം ബേർഡ്സിൻ്റെ അഡാപ്റ്റേഷൻ, ഫുഡ് കളക്ട് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഴുതാനാണ്. എന്താണ് അഡാപ്റ്റേഷൻ? എന്താണ്? അത് നിങ്ങളെ ചുണ്ട്, കൊക്ക് അല്ലേ. കൊക്ക് എന്താണ്? ഈ ഭക്ഷണം കഴിക്കാനുള്ളൊരു അഡാപ്റ്റേഷനാണ് അല്ലേ. പിന്നെ ഫീറ്റ് അല്ലേ, അതും എന്താണ്? ഒരു അഡാപ്റ്റേഷനാണ്. പിന്നെന്താ? ഷേപ്പ് ഓഫ് ദ ബോഡി, അതും ഒരു അഡാപ്റ്റേഷനാണ് അല്ലേ. അപ്പോൾ ഷേപ്പ് ഓഫ് ദ ബീക്ക്, പിന്നെന്താണ്? അതിൻ്റെ ഐസൈറ്റ്, കാഴ്ച അല്ലേ. ദൂരത്തു നിന്നൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇതാണ് അല്ലേ. അതൊക്കെ ഒരു അഡാപ്റ്റേഷൻ ഫോർ കളക്ടിങ് ഫുഡാണ് അല്ലേ. പിന്നെന്താണ്? അതിൻ്റെ ഫീറ്റ്, ഇതൊക്കെ എന്താണ്? അതിൻ്റെ അഡാപ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഷേപ്പ് ഓഫ് ദ ബീക്ക്, ഫീറ്റ്, പിന്നെന്താണ്? ഐസൈറ്റ്, ഇതൊക്കെ എന്താണ്? അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് ഫോർ കളക്ടിങ് ഫുഡാണ് കേട്ടോ. ഇനി എന്താണ്? ഡ്രോ ആൻഡ് മാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താന്ന് നോക്കിയാൽ ഐഡൻറ്റിഫൈ ആൻഡ് ജോയിൻ ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബീക്ക്. എന്താണ്? അതിൻ്റെ കൊക്ക് വെച്ചിട്ട് കൊക്കിൻ്റെ നേച്ചർ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ബേർഡ്സിൻ്റെ ലെഗ്സുകൾ ഒന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ ഏതാണെന്ന് നോക്കിയേ, ഏതാണ്? അപ്പോൾ നോക്കിയാൽ ഈ ഡക്കിൻ്റെ ഏതാണ് ഇത് മക്കളെ? ദാ ഇത് അല്ലേ. പിന്നെ അതുപോലെ ഈ കിങ് ഫിഷറിൻ്റെ ഏതാണ്? ദാ ഇത്. അതുപോലെ ഈഗിളിൻ്റെ ഏതാണ്? ദാ ഇത് അല്ലേ. അതുപോലെ ക്രെയിൻ്റെ ഏതാണ്? ദാ ഇത്. പിന്നെ അതുപോലെ എന്താ വുഡ് പെക്കറിൻ്റെ ഇത് അല്ലേ. അപ്പം അതൊക്കെ മാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഇനി എന്താണ് ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റാറ്റ് ആണ് അല്ലേ. അത് നമുക്ക് അടുത്ത ഭാഗത്തെടുക്കാം കേട്ടോ. ഇതിലെടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. താങ്ക് യു.